ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന റിസൾട്ട് ഒരിക്കലും ഇന്ത്യ മുന്നണിയുടെ അംഗബലത്തിൽ ഒരു മാറ്റവും വരുത്തില്ല. നമുക്കറിയാം 234 തന്നെ മാറും. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു ഇന്ത്യ മുന്നണിയിലെ കക്ഷിയുടെ പ്രധാനപ്പെട്ട ഒരു കാൻഡിഡേറ്റ് വന്ന് ഇവിടെ മത്സരിക്കുകയാണ്. നേരത്തെ അങ്ങനെ തന്നെയായിരുന്നു. ശ്രീ രാഹുൽ ഗാന്ധിയും അതുപോലെ ആനി രാജയുമാണ് മത്സരിച്ചത്. അന്ന് കോൺഗ്രസ് പറഞ്ഞ കാരണങ്ങൾ എല്ലാം നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോഴും ഓരോ കാരണങ്ങൾ പറഞ്ഞ് വരികയാണ്. ശരിക്കും വയനാട്ടിലെ ജനങ്ങളെ വഞ്ചിക്കുകയല്ലേ ചെയ്തത്? തങ്ങൾ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ വീണ്ടും മറ്റൊരു മണ്ഡലത്തിൽ കൂടി മത്സരിക്കുന്നുണ്ട് എന്ന് ആ ജനങ്ങളോട് പറയാതെ അത് മറച്ചു വച്ച് വോട്ടെടുപ്പ് പൂർത്തീകരിച്ച് 1-2 രാത്രി വെളുത്തപ്പോഴേക്കും മറ്റൊരു മണ്ഡലത്തിൽ മത്സരിക്കുകയാണ്. വയനാട്ടിൽ മത്സരിച്ച സ്ഥാനാർത്ഥി അത് മറച്ചു വെച്ച് മറ്റൊരു മണ്ഡലത്തിൽ മത്സരിക്കണമെന്ന ഇംഗിതം മറച്ചു വെച്ച് എന്നാൽ നേരത്തെ തന്നെ തീരുമാനമെടുത്തു എന്നൊക്കെയാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. മത്സരിക്കുന്ന വിവരം 2 ദിവസം കഴിഞ്ഞ് പ്രഖ്യാപിക്കുന്നു. സ്ട്രാറ്റജികളല്ലേ? അഖിലേഷ് യാദവ് കനൌജിൽ മത്സരിക്കുന്നു. അഖിലേഷ് യാദവ് ഉത്തർപ്രദേശിൽ ഇതാ നായക സ്ഥാനം ഏറ്റെടുക്കുന്നു. എന്തേ രാഹുൽ ഗാന്ധി മടിച്ചു നിൽക്കുന്നു? രാഹുൽ ഗാന്ധിക്ക് BJP-യെ നേരിടാൻ ഭയമാണോ? മുട്ടിടിക്കുന്നുണ്ടോ? BJP-യെ നേരിടേണ്ട ആളല്ലേ രാഹുൽ ഗാന്ധി എന്ന് ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങൾ? അദ്ദേഹം റായ്ബറേലിയിൽ മത്സരിച്ചത് തെറ്റായി പോയെന്ന് പറയാണോ ഇപ്പോ? അല്ല, തെറ്റായിപ്പോയി എന്നല്ല. ആ വിവരം നേരത്തെ പറഞ്ഞാൽ ആ വോട്ട് ചെയ്യുന്ന വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം അവരെ ഇത്തരത്തിൽ വഞ്ചിക്കേണ്ട സാഹചര്യമുണ്ടോ എന്നതാണ് ചോദിച്ചത്. എന്താണ് ഇത്തരത്തിൽ രണ്ടാമതൊരു മണ്ഡലത്തിൽ മത്സരിക്കുന്നുണ്ട് എന്ന് പറയാൻ മടി? റായ്ബറേലി എന്തായാലും കോൺഗ്രസിന് ജയിച്ച് കയറാകുന്ന പരമ്പരാഗതമായി അവർക്ക് വോട്ടുള്ള രാഷ്ട്രീയ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ 2 തവണ മാത്രം കോൺഗ്രസ് പരാജയപ്പെട്ട മണ്ഡലമാണ്. ഇതിനു മുമ്പ് ശ്രീമതി ഇന്ദിരാഗാന്ധി മത്സരിക്കുമ്പോൾ പോലും 2 മണ്ഡലങ്ങളിൽ മത്സരിക്കുമ്പോൾ 2 മണ്ഡലത്തിൽ മത്സരിക്കുന്നു എന്നുള്ള വിവരം നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. കഴിഞ്ഞ തവണ ശ്രീ രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോഴും അമേഠിയിലും വയനാട്ടിലും മത്സരിക്കുന്നു എന്ന വിവരം ഒരു ഘട്ടത്തിൽ പോലും മറച്ചുവെച്ചില്ലല്ലോ. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മറച്ചുവെക്കുന്ന സാഹചര്യവും അതിനുശേഷം ഇവിടുത്തെ വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ ആ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുകയും അതിനുശേഷം വിജയിച്ചു കയറിയപ്പോൾ വയനാട്ടിലെ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് അത് ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യം ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തത്. ഇതെല്ലാം കോൺഗ്രസിന് തീരുമാനമെടുക്കാം, അവരുടെ സീറ്റ് അവർക്ക് തീരുമാനമെടുക്കാം, അത് ആയിക്കോട്ടെ, അങ്ങനെ മുന്നോട്ട് പോയിക്കോട്ടെ. പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും അത് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ദുർബലപ്പെടുത്തില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വയനാട്ടിൽ അതിശക്തമായിട്ടുള്ള മത്സരമാണ് കാഴ്ചവെച്ചത്. കഴിഞ്ഞ തവണത്തെക്കാൾ നല്ല തരത്തിൽ വോട്ട് ശതമാനം ഞങ്ങൾക്ക് കൂടി, വോട്ട് കൂടി. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധി ഇത്രയധികം ജോഡോ യാത്രയൊക്കെ കഴിഞ്ഞു വന്ന് മത്സരിക്കുമ്പോഴും 65,000 വോട്ട് കുറയുകയാണ് ഉണ്ടായത്. 5% വോട്ട് കുറഞ്ഞു. ആ കുറഞ്ഞ വോട്ട് അങ്ങനെ തന്നെ BJP-ക്ക് കൂടി. കഴിഞ്ഞ തവണ BJP-ക്ക് കിട്ടിയ ശതമാനം ഈ തവണ അത് ഇരട്ടിയാകുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇത്തരത്തിൽ കോലാഹലം ഉണ്ടാക്കി മത്സരിച്ചിട്ടും അതിന്റെ ഗുണം ആർക്കാണ് കിട്ടിയത് എന്ന് ഈ വോട്ട് ചിത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കൃത്യമായി തന്നെ മനസ്സിലാക്കും. അതുകൊണ്ട് ഇന്ത്യ മുന്നണിയിലെ കാരണം കേരളത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിനാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടത് എന്ന വസ്തുത, 3.25 ലക്ഷത്തോളം വോട്ടിന് വിജയിച്ച മണ്ഡലമാണെന്നുള്ള കാര്യം മറന്നുപോകരുത്. ശ്രീ അരുൺ, ഇന്നലെ ഈ സമയത്ത് ഞാൻ വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ച ആനി രാജയോട് സംസാരിച്ചിരുന്നു. ആനി രാജ ഇടതുപക്ഷത്തിന്റെ ദേശീയ തലത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണല്ലോ. ആനി രാജ പറഞ്ഞത്, ആനി രാജ ഇപ്പോൾ നിൽക്കുന്നത് ഉത്തർപ്രദേശിലാണ്. രാഹുൽ ഗാന്ധി എടുത്തത് വളരെ ഉചിതമായ തീരുമാനമാണ്. അദ്ദേഹം റായ്ബറേലി നിലനിർത്തുക എന്നുള്ളത് തന്നെയായിരുന്നു ചെയ്യേണ്ടത് എന്നാണ്. റായ്ബറേലി നിലനിർത്തുക എന്നുള്ളത് അതൊരു പൊളിറ്റിക്കൽ നെസസിറ്റിയാണ്. അത് അദ്ദേഹം ചെയ്തു. അതിനെ നമ്മൾ വഞ്ചന എന്ന് ഇവിടെ ചിത്രീകരിക്കുന്നത് കൊണ്ട് എന്ത് കാര്യമാണ്, എന്ത് ഗുണമാണ്? അല്ല, റായ്ബറേലി അദ്ദേഹം നിലനിർത്തി ദേശീയ രാഷ്ട്രീയത്തിന്റെ സാഹചര്യത്തിൽ എന്നുള്ളത് അവർക്ക് അതിനുള്ള തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാം. പക്ഷേ ഈ വയനാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2 ദിവസം കഴിയുന്നത് വരെ അത്തരത്തിലുള്ള ഒരു തീരുമാനമെടുക്കുന്ന വിവരം കൃത്യമായി സപ്രസ് ചെയ്ത്, ഇന്റൻഷനലി സപ്രസ്ഡ് ആണ്. അത്തരത്തിൽ സപ്രസ് ചെയ്ത് വച്ച കാര്യമാണ് ഏറ്റവും ഗൗരവമായിട്ട് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ കേരളത്തിൽ കോൺഗ്രസിന് നേതാക്കന്മാരില്ലാഞ്ഞിട്ടാണല്ലോ ഇത്തരത്തിലൊരു തീരുമാനം ഇപ്പോൾ എടുക്കുന്നത്. കാരണം എന്തായാലും ഇന്ത്യ മുന്നണിയുടെ അംഗബലത്തിൽ ഒരു മാറ്റവും വരുത്തില്ല. ഒരാൾ പോയി മറ്റൊരാൾ വരും, ഒരു MP പോയി കോൺഗ്രസിന്റെ മറ്റൊരു MP വരും, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് ഒരു MP വരും എന്നതാണ് ഇപ്പൊ ചിത്രീകരിക്കപ്പെടുന്നത്. അങ്ങനെ ചിത്രീകരിക്കപ്പെടുമ്പോഴും ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ കോൺഗ്രസ് വീണ്ടും കേരളത്തെ കാണുന്നു എന്നതാണ് ഏറ്റവും ഗൗരവത്തോടെ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യം. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കാകെ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി എടുത്തു നോക്കിയാൽ 10-ൽ താഴെ സീറ്റേ കിട്ടിയുള്ളൂ. CPI ആയാലും CPM ആയാലും CPML ആയാലും എടുത്താൽ. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കൈകാര്യം ചെയ്ത മുഖ്യധാര രാഷ്ട്രീയത്തിന്റെ ഒരു ഭാഗത്ത് എപ്പോഴും ഞങ്ങൾ ഉണ്ടായിരുന്നു. കർഷക സമരമായാലും ലോങ് മാർച്ച് ആയാലും ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമ പോരാട്ടമായാലും അതുപോലെ ഏതു വിഷയമെടുത്തോ ഞങ്ങൾ നടത്തിയ പോരാട്ടം
കോൺഗ്രസിന് ആധിപത്യം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ സീറ്റിന്റെ എണ്ണം വർദ്ധിപ്പിക്കാൻ ഇന്ത്യ മുന്നണിക്ക് അതിശക്തമായിട്ടുള്ള ഒരു മുന്നണിയായി മാറാൻ വേണ്ടിയിട്ടുള്ള ആധിപത്യം ഉറപ്പിക്കാൻ ഒരു ബേസ് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നതാണ്. അതുകൊണ്ട് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ദുർബലപ്പെടുത്തുക എന്ന കോൺഗ്രസിന്റെ ലക്ഷ്യം, ആ ലക്ഷ്യവുമായി അവർ വീണ്ടും വീണ്ടും മുന്നോട്ട് പോകുമ്പോഴും വളരെ ഗൗരവത്തോടെ തന്നെ ഈ വിഷയം ഗൗരവത്തോടെ ചർച്ച ചെയ്യപ്പെടുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോഴും ബി ജെ പിക്ക് വളരാനുള്ള ഒരു മണ്ണ് സൃഷ്ടിക്കുക എന്നത് മാത്രമേ ഇതുകൊണ്ടൊരു പ്രയോജനം കിട്ടുകയുള്ളൂ. ശരി, ഓക്കെ, അതാണ്